എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു C++ ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രോഗ്രാമൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. ഇനി നമുക്ക് തിയറി ലെവലിലേക്ക് വരാം. നമുക്ക് നോക്കാം C++ എന്ന് പറഞ്ഞാൽ അതെന്താണ്. അതൊരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. മാത്രമല്ല ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് C ലാംഗ്വേജിൻ്റെ എൻഹാൻസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. C ലാംഗ്വേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റുകൾ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ അതൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് അതിലേക്ക് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇതൊരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്, വൈഡ് റേഞ്ചിലുള്ള ആപ്ലിക്കേഷൻ ഡൊമൈൻസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. മാത്രമല്ല C++ ഇമ്പറാക്റ്റീവ് ആണ് ആൻഡ് കമ്പൈൽഡ് ലാംഗ്വേജ് ആണ്. ഇമ്പറാക്റ്റീവ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ ഉണ്ടായിരിക്കും. മാത്രമല്ല ഇതൊരു കമ്പൈൽഡ് ലാംഗ്വേജും കൂടെയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഹൈ ലെവൽ ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിസൈൻ ഫോർ സിസ്റ്റം ആൻഡ് ആപ്ലിക്കേഷൻസ് പ്രോഗ്രാമിംഗ്. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടും, അതായത് സിസ്റ്റത്തിൻ്റെ ഏത് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടും, അതിനോടെ തന്നെ ആപ്ലിക്കേഷൻസ്, അതായത് രണ്ട് രീതിയിലുണ്ടല്ലോ, നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടിയിട്ടും നമുക്കിത് യൂസ് ചെയ്യാം, ആപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടും ഇത് ഡെവലപ്പ് ചെയ്യാനും ഇത് യൂസ് ചെയ്യാം. ഇത് 1983 ഈ C പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഈ C++ വന്നത്. ജാനേഴ്സ്, സ്ട്രോസ്ട്രപ്പും ബെൽ ലാബ്സും ഒക്കെ കൂടിയാണ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയായിരുന്നു, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആണ്, മൾട്ടി പാരഡിങ് ലാംഗ്വേജ് ആണ്, പ്രൊസീജിയറൽ, ഫങ്ഷണൽ ആൻഡ് ജനറിക് പ്രോഗ്രാമിംഗ് സ്റ്റൈൽസ് ഒക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ C ലാംഗ്വേജിൻ്റെ ഒന്ന് എൻഹാൻസ്ഡ് ആയിട്ടുള്ളൊരു വേർഷനാണ്. ഇതിനകത്ത് സിയിലില്ലാത്ത ഒരുപാട് കൺസെപ്റ്റുകൾ, പ്രത്യേകിച്ച് നമ്മളുടെ ജാവയിലൊക്കെയുള്ള ഈ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്നാണ് ഇതിൻ്റെ പ്രത്യേകത. അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ ഫീച്ചർ എന്ന് പറയുന്നത്, ഇത് ലോ ലെവൽ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യും, സിസ്റ്റം ലെവൽ പ്രോഗ്രാമിങ്ങിനെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്മെൻറ്റിന് സ്യൂട്ടബിളാണ്. ഡിവൈസ് ഡ്രൈവേഴ്സ് ഡെവലപ്പ് ചെയ്യാം. അതുപോലെയുള്ള അതർ സിസ്റ്റം സോഫ്റ്റ്വെയർസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് രീതിയിലും, അതായത് ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനും നമ്മുടെ ആപ്സൊക്കെ ഡെവലപ്പ് ചെയ്യാനും, സിസ്റ്റം സോഫ്റ്റ്വെയർസിൻ്റെ ലെവലിലുള്ള സോഫ്റ്റ്വെയർസ്, ഈ പറഞ്ഞ പോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പിംഗ്, അതേപോലെ തന്നെ ഡിവൈസ് ഡ്രൈവേഴ്സ്, സിസ്റ്റം സോഫ്റ്റ്വെയർ, അങ്ങനെയുള്ള എല്ലാ രീതിയിലും ഇത് എന്ത് ചെയ്യാൻ കഴിയും, നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയും. കാരണം ലോ ലെവൽ സിസ്റ്റം ലെവൽ പ്രോഗ്രാമിംഗ് ഒക്കെ ഇത് പോസിബിൾ ആയതുകൊണ്ട്. അതേ സെയിം ടൈം തന്നെ C++ ഒരുപാട് റിച്ച് സെറ്റ് ഓഫ് ലൈബ്രറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹൈ ലെവൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ലോ ലെവൽ സപ്പോർട്ടിംഗ് ഉണ്ട്, ഹൈ ലെവൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് സപ്പോർട്ടിംഗ് ഉണ്ട്. മാത്രമല്ല ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ്, വീഡിയോ ഗെയിംസ് ആൻഡ് അതർ കോംപ്ലക്സ് ആപ്ലിക്കേഷൻസ് ഒക്കെ നമുക്കിത് യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ രണ്ട് രീതിയിലുള്ളത്, ഒന്ന് ലോ ലെവലും പോസിബിളാണ്, ഹൈ ലെവലിലും ഇത് അപ്ലിക്കബിൾ ആണ് എന്നുള്ളതാണ് ചുരുക്കി പറയാനുള്ളത്. C++ has a large active community of developers and users. ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഇന്നുണ്ടെങ്കിലും C++ന് വേണ്ടിയിട്ട് മാത്രമുള്ള അത്രയും ഒരു ആക്റ്റീവ് കമ്മ്യൂണിറ്റി ഓഫ് ഡെവലപ്പേഴ്സും ഉണ്ട്, യൂസേഴ്സും ഉണ്ട്. കാരണം അതിനകത്ത് അത്രയും റിസോഴ്സസും ടൂൾസും അവൈലബിൾ ആണ്. നമുക്ക് ഈ ലാംഗ്വേജ് യൂസ് ചെയ്യാനായാലും ശരി, ലേൺ ചെയ്യാനായാലും ശരി, അത്രയും റിസോഴ്സസും ടൂൾസൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ അത്രയും വൈഡിലുള്ള ഡെവലപ്പേഴ്സും യൂസേഴ്സും ഒക്കെ ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമ്മൾ മെയിനായിട്ട് പറഞ്ഞ കീ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു, ഒന്ന് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആയിരുന്നു. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഡെവലപ്പേഴ്സിന് ഈസി ആയിട്ട് ക്ലാസ്സസും ഒബ്ജക്ട്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. മാത്രമല്ല മെത്തേഡ്സും പ്രോപ്പർട്ടീസും ഒക്കെ ഈ ഒബ്ജക്റ്റിന് വേണ്ടിയിട്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് എന്താണ്, അത്രയും വൈഡ് റേഞ്ചിൽ ഡെവലപ്പേഴ്സൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ വരുന്നത് ടെംപ്ലേറ്റ്സ് ആണ്. ഈ ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ജനറിക് കോഡ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. ഏത് ഡാറ്റ ടൈപ്പിലുള്ള വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അത് ത്രൂ യൂസ് ചെയ്യാനും എക്സിക്യൂട്ട് ചെയ്യാനും കഴിയും. അതിലൂടെ റീയൂസബിൾ ആയിട്ടുള്ള, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോഡ് മേക്ക് ചെയ്യാൻ കഴിയും. പിന്നെ വരുന്നത് സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ലൈബ്രറിയാണ് STL. ഈ STL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് റേഞ്ചിലുള്ള അൽഗോരിതംസ് അവർ യൂസ് ചെയ്തിട്ട് ഡാറ്റയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ പ്രോഗ്രാമിലൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ വൈഡ് റേഞ്ചിലുള്ള കണ്ടെയ്നേഴ്സും ഇൻക്ലൂഡഡ് ആണ്. ഇതിലൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള, എഫക്റ്റീവ് ആയിട്ടുള്ള കോഡിങ് റൈറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്കറിയാം. എറേഴ്സ് ഹാൻഡിൽ ചെയ്യാനും അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യൊക്കെയാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ പ്രത്യേകത.
C++നകത്ത് റോബസ്റ്റ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ക്യാപ്പബിലിറ്റീസ് ഉണ്ട്. അതിലൂടെ നമുക്ക് കോഡിങ് ഈസിയാണ്, എറേഴ്സ് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയും, അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസും ഹാൻഡിൽ ചെയ്യാൻ കഴിയും. ഓവറോൾ C++ എന്താണ്? ഒരു പവർഫുൾ ആൻഡ് വേഴ്സറ്റൈൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. വൈഡ് റേഞ്ചിലുള്ള ആപ്ലിക്കേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകം പറഞ്ഞു, വെൽ സ്യൂട്ടഡ് ആണ് ലോ ലെവൽ സിസ്റ്റം പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ടും ഹൈ ലെവൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടും. അപ്പോൾ ഇത്രയാണ് C++നെ കുറിച്ച് പറയാനുള്ളത്. എന്തൊക്കെയാണ് നമ്മളതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറഞ്ഞത്? ഫസ്റ്റ് നമ്മൾ ഇതൊരു ജനറൽ പർപ്പസ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെന്ന് പറഞ്ഞു. പിന്നെ C ലാംഗ്വേജിൻ്റെ എൻഹാൻസ്ഡ് മോഡലാണ്, അതായത് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് കൺസെപ്റ്റ് ഇൻക്ലൂഡഡ് ആണ് CPPയിൽ. ഇംപറാറ്റീവ് ആണ്, കമ്പൈൽഡ് ലാംഗ്വേജ് ആണ്, പിന്നെന്താണ് ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. 1983 ഇത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. പിന്നെ മൾട്ടി പാരഡിൻ ലാംഗ്വേജ് ആണ്, പ്രൊസീജിയറൽ ആൻഡ് ഫങ്ഷണൽ ആൻഡ് ജനറിക് പ്രോഗ്രാമിംഗ് സ്റ്റൈൽസൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ വേറെ എന്താ കീ ഫീച്ചേഴ്സ് പറഞ്ഞത്? നമ്മൾ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് എന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ തന്നെ ഇത് ലോ ലെവൽ സിസ്റ്റം ലെവൽ പ്രോഗ്രാമിങ്ങിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഡെവലപ്പിങ്ങിനും റിവേഴ്സ് ഡ്രൈവേഴ്സിൻ്റെ ഇതിനും സിസ്റ്റം സോഫ്റ്റ്വെയർസിൻ്റെ ഡെവലപ്പിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? C++ യൂസ് ചെയ്യാൻ കഴിയും. മാത്രമല്ല ഇതിനകത്ത് റിച്ച് ലൈബ്രറീസ് ഉണ്ട്. ഹൈ ലെവൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ടുള്ളതായാലും ശരി, അതിനകത്ത് വീഡിയോ ഗെയിംസ്, ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ്, മറ്റ് കോംപ്ലക്സ് ആപ്ലിക്കേഷൻസൊക്കെ ഡെവലപ്പ് ചെയ്യാൻ C++ യൂസ് ചെയ്യാനും കഴിയും. പിന്നെ ഇതിനകത്ത് വൈഡ് റേഞ്ചിലുള്ള കമ്മ്യൂണിറ്റി ഉണ്ട്, അതായത് ഡെവലപ്പേഴ്സിൻ്റെതും യൂസേഴ്സിൻ്റെതും. കാരണം അത്രയും ടൂൾസും റിസോഴ്സസും ഒക്കെ ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഈസി ആയിട്ട് ഡെവലപ്പേഴ്സിന് ക്ലാസ്സസും ഒബ്ജക്ട്സും ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. മാത്രമല്ല മെത്തേഡ്സും പ്രോപ്പർട്ടീസൊക്കെ ഡിഫൈൻ ചെയ്ത് കൊടുക്കാനും കഴിയും. പിന്നെ വരുന്നത് ടെംപ്ലേറ്റ്സ് ആണ്. ഏത് ഡാറ്റ ടൈപ്പിൽ വേണമെങ്കിലും വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജനറിക് കോഡുകൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും. അതിലൂടെ റീയൂസബിൾ ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോഡുകൾ മേക്ക് ചെയ്യാം. പിന്നെ സ്റ്റാൻഡേർഡ് ടെംപ്ലേറ്റ് ലൈബ്രറിയാണ്. ഇതിലൂടെ വൈഡ് റേഞ്ച് ഓഫ് അൽഗോരിതംസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, കണ്ടെയ്നേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് കോഡ് റൈറ്റ് ചെയ്യാൻ കഴിയും. പിന്നെ വന്നത് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്. ഇതിൻ്റെ വലിയൊരു ക്വാളിറ്റി കൂടിയാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്. ഈസി ആയിട്ട് എറേഴ്സ് ഹാൻഡിൽ ചെയ്യാം, അൺഎക്സ്പെക്റ്റഡ് സിറ്റുവേഷൻസൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ റോബസ്റ്റ് എക്സെപ്ഷൻ ഹാൻഡ്ലിങ് കപ്പാബിലിറ്റീസ് ഇതിന് ഉണ്ട്. ഓവറോൾ എന്താണ്? CPP ഒരു പവർഫുൾ ആൻഡ് വേഴ്സറ്റൈൽ ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. വൈഡ്ലി യൂസ് ചെയ്യുന്നുണ്ട്. ലോ ലെവൽ സിസ്റ്റം പ്രോഗ്രാമിങ്ങിനും ഹൈ ലെവൽ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിനും വെൽ സ്യൂട്ടഡ് ആയിട്ടുള്ള ഒന്നാണ് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇത്രയൊക്കെയാണ് നമുക്കിതിൻ്റെ ഇൻട്രൊഡക്ഷനായിട്ട് പറയാനുള്ളത്. ഇനിയും ഇതിൻ്റെ ബാക്കിയായിട്ട് തിയറി ഒരുപാട് കൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്യാണ്ട് നമുക്ക് ഓരോ വീഡിയോസായിട്ട് സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ കൺസെപ്റ്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈസി ആയിട്ട് എക്സാമിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ കഴിയും. ഓക്കെ.